السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل منه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽ അർ-റസാഖ്, അർ-റാസിഖ് എന്നീ പേരുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അർ-റസാഖ്, അർ-റാസിഖ് എന്നീ രണ്ട് പേരുകൾ അള്ളാഹുവിൻ്റെ റസ്ഖ് എന്ന സിഫത്തിനെയാണ്, വിശേഷണത്തെയാണ്, ആ വിശേഷണമാണ് ആ പേരുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. റബ്ബിൻ്റെ പേരുകൾ വെറും നാമങ്ങളല്ല, മറിച്ച് അതിലെല്ലാം ഒന്നോ അതിലധികമോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. അതറിയിക്കുന്നതാണ് റബ്ബിൻ്റെ പേരുകൾ. ഈ പേരുകളിലുള്ള അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അർ-റസ്ഖ്. റസ്ഖ് എന്നാൽ റിസ്ക് നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം. റസ്ഖ് എന്നാൽ അർത്ഥം റിസ്ക് നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റസ്സാഖാണ്, റാസിഖാണ്. റാസിഖ് എന്നാൽ റിസ്ക് നൽകുന്നവനാണ്. റസ്സാഖ് എന്നാൽ ധാരാളമായി റിസ്ക് നൽകുന്നവൻ, ധാരാളമായി റിസ്ക് നൽകുന്നവൻ. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു ചില പേരുകളിൽ വന്നിട്ടുള്ളതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞു, ഫഅാലുൻ ലിമാ യുരീദ്. ഫഅാലുൻ ലിമാ യുരീദ്. അവൻ ഫഅാലാണ്. ഫാഇൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു ഫഅാലുൻ ലിമാ യുരീദ്. അവൻ പ്രവർത്തിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനാണ്. ആ വസ്നിൽ, ആ രൂപത്തിൽ, ഫഅാൽ എന്ന രൂപത്തിൽ വരുന്ന പേരാണ് അള്ളാഹുവിൻ്റെ അർ-റസ്സാഖ് എന്ന പേര്. റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളമായി റിസ്ക് നൽകുന്നവനാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അർ-റസ്സാഖ് എന്ന പേര് പലയിടങ്ങളിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് അർ-റസ്സാഖ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്. അവൻ തന്നെയാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ്വ, അവൻ ഖുവ്വത്തുള്ളവനാണ്, അവൻ ശക്തിയുള്ളവനാണ്. ആ ശക്തി അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ പേരാണ് അൽ ഖവി. അവൻ ഏറ്റവും ശക്തനാണ്. അൽ മതീൻ, ഏറ്റവും ബലമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ അള്ളാഹു പറഞ്ഞു, വല്ലാഹു ഖൈറുർ റാസിഖീൻ. അള്ളാഹുവാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. അതുപോലെ നബിമാരുടെ ദുആയി നമുക്ക് കാണാം, വർസുഖ്നാ വ അൻത ഖൈറുർ റാസിഖീൻ. വർസുഖ്നാ, അല്ലാഹു നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണമേ. വ അൻത ഖൈറുർ റാസിഖീൻ, ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ്. നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന ദുആ ആണ്. നബിമാരുടെ ദുആയി അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ദുആ ആണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആയി വന്നിട്ടുള്ളത് വർസുഖ്നാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണമേ. വ അൻത ഖൈറുർ റാസിഖീൻ, ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ പേര് എടുത്തു പറഞ്ഞ് വിളിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് ദുആന് ഉത്തരം ലഭിക്കാൻ ഉള്ള കാരണങ്ങളിൽ ഒന്നാണ്. റബ്ബി ഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിലിരുന്നാൽ 70-ലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു എന്ന് സഹാബികൾ പറയുകയാണ്. ഒരു ദിവസമല്ല, ഒരു മജ്ലിസിൽ. റബ്ബി ഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ.
റബ്ബി ഗ്ഫിർലി, എൻ്റെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ. വതുബ് അലൈ, നീ എൻ്റെ തൗബ സ്വീകരിക്കണമേ. ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. നോക്കൂ, എന്താണോ ചോദിച്ചത് അതിന് യോജിച്ച അള്ളാഹുവിൻ്റെ പേരുകളാണ് വിളിക്കുന്നത്. ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, ഇന്നക അൻത അള്ളാഹുവേ നീ തന്നെയാണ് തവ്വാബ്, ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ. അൽ ഗഫൂർ, ഏറെ പുറത്തു തരുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ ഇരുന്നാൽ 70 തവണ, ചില റിവായത്തുകൾ 100 തവണ എന്ന് കാണാം, അവിടുന്ന് ആവർത്തിച്ച് ദുആ ചെയ്യാറുണ്ടായിരുന്നു. റബ്ബി ഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. അതുപോലെ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഇങ്ങനെ തേടാം. അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ പേരുകൾ വിളിക്കുക, എടുത്തു പറയുക എന്നത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ അപ്പോൾ സാധ്യതയേറും. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, എന്നിട്ട് പറയുക ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, അല്ലെങ്കിൽ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, റബ്ബി ഗ്ഫിർലി വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. റഹ്മത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റഹീം എന്ന പേര് എടുത്തു പറയുക. ഇങ്ങനെ ചോദിക്കുക എന്നത് ദുആക്ക് അതുകൊണ്ട് ഉത്തരം ലഭിക്കാൻ സാധ്യതയേറെയാണ്. അത് തവസ്സുലിൻ്റെ ഒരു ഇനമാണ്. തവസ്സുൽ അള്ളാഹു ഖുർആനിൽ നമ്മോട് കൽപ്പിച്ചതാണ്. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുലേക്കുള്ള വസീല സ്വീകരിക്കുക. വസീല അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം. ദുആയിൽ വസീല പ്രധാനമായും 3 രൂപത്തിലാണ്. ഒന്ന്, നമ്മുടെ അമലുകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഖുർആനിൽ അതിന് ഉദാഹരണമുണ്ട്. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന, അള്ളാഹു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അത് തവസ്സുലാണ്, ഈമാൻ എടുത്തു പറയുന്നു. അതുപോലെ ഗുഹയിൽ അകപ്പെട്ടു പോയ 3 പേരുടെ സംഭവം നമ്മൾ പലരും കേട്ടതായിരിക്കും. അവർ ചെയ്ത ആമലുകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇനമാണ് അള്ളാഹുവിൻ്റെ പേരുകൾ മുൻനിർത്തി അവനോട് ചോദിക്കുക, അവൻ്റെ സിഫത്തുകൾ മുൻനിർത്തി ചോദിക്കുക എന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ദുആ, റബ്ബി ഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. മൂന്നാമത്തെ തവസ്സുലിൻ്റെ ഇനമാണ് സാലിഹായ ഒരാളോട്, ജീവിച്ചിരിക്കുന്ന സാലിഹായ ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത്. പക്ഷെ അത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ചോദിക്കാതിരിക്കലാണ് നല്ലത്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അങ്ങനെ ചോദിക്കാതിരിക്കലാണ് കൂടുതൽ നല്ലത്. മറിച്ച് നേരെ അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ് നല്ലത്. എന്നാൽ ആമായ പൊതുവായ ആവശ്യങ്ങൾക്ക് ഒരാളോട് ദുആ ചെയ്യാൻ ചില സന്ദർഭങ്ങളിൽ ആവശ്യപ്പെടുക എന്നത് അതിൽ നേരത്തെ പറഞ്ഞ ശ്രേഷ്ഠത കുറവ് സംഭവിക്കുകയില്ല. ഉദാഹരണത്തിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനോട് ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടി? മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ അത് ആമായ ഒരു ആവശ്യം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. കിബാറുകളായ സഹാബിമാർ, അബൂബക്കർ, ഉമർ തുടങ്ങിയ കിബാറുകളായ സഹാബിമാർ അവരാരും തന്നെ അവരുടെ ശീലമായ ഹദീസുകൾ നമുക്ക് കാണില്ല. എന്ത് ഓരോ ആവശ്യം വരുമ്പോൾ നബിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന പ്രശ്നത്തിനാണ് ദ്വാരക്ക് നബിയെ എന്ന് കിബാറുകളായ സഹാബത്ത് പറഞ്ഞത് കാണാൻ കഴിയില്ല. അവരുടെ പൊതു സ്വഭാവമായിരുന്നില്ല അത്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ഉമ്മത്തിനോട് ആവശ്യപ്പെടുക, ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത് യഥാർത്ഥത്തിൽ അത് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരാവശ്യപ്പെടലല്ല. നമ്മളൊരാളോട് ദുആ ചെയ്യാൻ പറഞ്ഞ പോലെയുള്ള ഒരാവശ്യപ്പെടലല്ല അത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിലൊരു കൽപ്പനാസ്വരമുണ്ട്. ആ ആൾ ദുആ ചെയ്താലും ആ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നതാണ്. കാരണം നബി പഠിപ്പിക്കാത്തൊരു ഖൈറുമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു പിതാവ് മകനോട് പറയാൻ, മോനെ ദുആ ചെയ്യണം, പാക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള ഒരാളോട് ചോദിക്കുന്നത് പോലെയല്ല, മറിച്ച് അത് പറയാം. അതിൽ ശ്രേഷ്ഠത കുറവ് വരുന്നില്ല. കാരണം അതൊരു കൽപ്പനയുടെ ഭാവമാണ്, അതൊരു അപേക്ഷയല്ല, മറിച്ച് അതൊരു കൽപ്പനയാണ് അതിൽ വരുന്നത്. അതിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ ആർക്ക് പോകും? പിതാവിന് പോകും. ഇത് പറഞ്ഞ ആൾക്ക് പോകും. അപ്പം അങ്ങനെയുള്ള അത് നേരത്തെ മറ്റു ചില കാര്യങ്ങളിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചോദിക്കുക, അവരോട് വല്ലതും ആവശ്യപ്പെടുക, പ്രത്യേകിച്ച് കടം ചോദിക്കുക,
പോലെയുള്ളത് നല്ലതല്ല, ചോദിക്കാതിരിക്കലാണ് നല്ലത്. അതേസമയം മാതാപിതാക്കൾ മക്കളോട് ആവശ്യപ്പെടുന്നത്, മക്കൾ തിരിച്ച് ആവശ്യപ്പെടുന്നത്, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ആവശ്യപ്പെടുന്നത് ആ പരിധിയിൽ പെടുകയില്ല. മനസ്സിലായില്ലേ? മക്കളോട് കാര്യം പറയാൻ എന്ത് ചെയ്യേണ്ടതില്ല, ജനങ്ങളോട് ആവശ്യപ്പെടാതിരിക്കലല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് അത് പറയാതിരിക്കേണ്ടതില്ല. കാരണം ഒരാളുടെ സന്താനം മിൻ കസ്ബിഹി, അയാളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സന്താനങ്ങളോട് പറയുക എന്നതിൽ മടി വേണ്ടതില്ല. അതിൽ സാധാരണ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെയുള്ള പ്രയാസം അതിൽ വരുന്നില്ല. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരെടുത്തു പറഞ്ഞ് ദുആ ചെയ്തു. അതുപോലെ തവസ്സുലിൻ്റെ മറ്റു 2 ഇനങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. നോക്കൂ, അള്ളാഹുവിൻ്റെ അർ-റാസിഖ് എന്ന പേര്, റാസിഖ് എന്ന പേര് ഹദീസിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അസ്സിഉറു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിലക്കയറ്റമുണ്ടായി. വിലക്കയറ്റമുണ്ടായപ്പോൾ ഖാലു, ചിലർ വന്ന് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ സഅർത, നബിയെ താങ്കൾ വില ഇന്നതിന് കൃത്യമായി വില നിശ്ചയിച്ചാൽ നന്നായിരുന്നു. ഇങ്ങനെ വില കൂടാൻ വിടാതെ വില നിശ്ചയിച്ചാൽ നന്നായിരുന്നു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഖാലിഖുൽ ഖാബിദുൽ ബാസിത്തുർ റാസിഖുൽ മുസഅർ, അല്ലാഹുവാണ് സൃഷ്ടാവ്, അവനാണ് അൽ ഖാബിദ് പിടിച്ചു വെക്കുന്നവൻ, അൽ ബാസിത്ത് വിട്ടയക്കുന്നവൻ, വിശാലമായി നൽകുന്നവനും പിടിച്ചു വെക്കുന്നവനും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അർ-റാസിഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ. ആ പേര് ഹദീസിൽ വന്നിട്ടുണ്ട്. അൽ മുസഅർ, അവനാണ് വില നിശ്ചയിക്കുന്നവൻ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചല്ലാതെ ഒന്നും കൂടുന്നില്ല, കുറയുന്നില്ല. വ ഇന്നി ലഅർജു, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അൽഖല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ. വലാ യത്ലുബുനി അഹദുൻ ബിമദ്ലമത്തിൻ ളലംതുഹാ ഇയ്യാഹു ഫീ ദമിൻ ഔ വല മാലിൻ, എങ്ങനെ ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരാളും ഞാൻ അയാളോട് അവൻ്റെ രക്തത്തിലോ സമ്പത്തിലോ അതിക്രമം ചെയ്തു എന്ന പരാതിയുമായി, ഒരക്രമവുമായി അള്ളാഹുവിങ്കൽ വരാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വില ഇങ്ങനെ നിശ്ചയിച്ചാൽ അത് വാങ്ങുന്നവർക്ക് സൗകര്യമായാലും വിൽപ്പനക്കാരോട് അത് ദുൽമായേക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരിക്കുകയും ആണ് ഉണ്ടായത്. കാരണം എപ്പോഴും വാങ്ങുന്ന ആൾക്ക് മാത്രം നമ്മൾ അവരുടെ ഭാഗം ചേർന്ന് മാത്രം സംസാരിച്ചാൽ പോരല്ലോ, വിൽക്കുന്നവനും പ്രയാസങ്ങളുണ്ടാകും, അവനത് വില കൂട്ടേണ്ട ആവശ്യം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വില പിടിച്ചു വെക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് പല പണ്ഡിതന്മാരും ഇതുപോലുള്ള ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞത് കാണാം, അത് ഭരണാധികാരിക്ക് അവകാശമില്ല എന്ന്, അതിന് ഭരണാധികാരിക്ക് അവകാശമില്ല എന്ന് പല പണ്ഡിതന്മാരും ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത് കാണാം. ഇതുപോലുള്ള ഹദീസുകളുടെ വെളിച്ചത്തിൽ ശരിയാണ്, ചില സന്ദർഭങ്ങൾ ഇതിനെതിരായ നടപടികൾ ഭരണാധികാരിക്ക് എടുക്കേണ്ട വല്ല സന്ദർഭങ്ങളും അല്ലാഹു അലം വന്നേക്കാം. എന്നാൽ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് പല പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പൊതുവെ ഭരണാധികാരിക്ക് അതിന് അവകാശമില്ല എന്നാണ്. കാരണം ഒരു കൂട്ടർ അവരെ സഹായിക്കാൻ മെനക്കെട്ടാൽ മറ്റൊരു കൂട്ടർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടായേക്കും, അവരോടുള്ള അക്രമം ആയേക്കും എന്നതുകൊണ്ട്. അല്ലാഹു അലം. പറഞ്ഞു വന്നത് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിൻ്റെ അൽ ഖാലിഖ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. റാസിഖ് എന്ന നബി സല്ലല്ലാഹു അല്ലാഹുവിൻ്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് കാണാം. അല്ലാഹുവാണ് അർ റസാഖ്, അടിമകളുടെ മുഴുവൻ റിസ്ഖിൻ്റെ കാര്യം ഏറ്റെടുത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യരുടേത് മാത്രമാണോ? അല്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഒരു ജന്തുവുമില്ല അള്ളാഹു അതിൻ്റെ റിസ്ക് ഏറ്റെടുത്തിട്ടല്ലാതെ. അതുപോലെ അള്ളാഹു സൂറത്തുൽ അൻകബൂത്തിൽ പറഞ്ഞു, വകഅയ്യിൻ മിൻ ദാബത്തിൻ ഫിൽ അർദി വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. എത്ര ജന്തുക്കളുണ്ട്, അത് അതിൻ്റെ റിസ്ക് വഹിക്കുന്നില്ല, മറിച്ച്
അള്ളാഹുവാണ് അതിന് റിസ്ക് നൽകുന്നത് നിങ്ങൾക്കും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ റിസ്ക് നൽകും. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഏതു പണക്കാരനും പണം കൊടുത്തതാരാണ്? അള്ളാഹുവാണ്. ഏതു പണക്കാരനാകട്ടെ അവന് അള്ളാഹു കൊടുത്തതല്ലാതെ വേറൊന്നും അവൻ്റെ കയ്യിലില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമാക്കി കൊടുക്കും, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുക്കി കൊടുക്കും. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ഖുർആനിൽ പല ആയത്തുകളിൽ നമുക്കിത് കാണാം, പലയിടങ്ങളിൽ. നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വിശാലമാക്കി നൽകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി ഇടുക്കി നൽകുന്നു. അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിൽ അവൻ റസ്സാഖാണെന്നും അവനാണ് റിസ്ക് നൽകുന്നത് എന്നും പറഞ്ഞത് കാണാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ചിലയിടങ്ങളിൽ അവൻ്റെ അനുഗ്രഹം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. മറ്റു ചിലയിടങ്ങളിൽ അത് പറഞ്ഞ് അള്ളാഹു നന്മയിലേക്ക് ക്ഷണിക്കുകയാണ്, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, അവനനുസരിക്കാൻ. നോക്കൂ അള്ളാഹു പറയുന്നത്, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ വറസഖക്കും മിന الطيبات അഫബിൽബാതിൽ യുഅ്മിനൂൻ വബിനിഅ്മത്തില്ലാഹി ഹും യക്ഫുറൂൻ വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അള്ളാഹുവാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഏർപ്പെടുത്തി തന്നത്. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ. നിങ്ങളുടെ ഇണകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും നൽകിയിരിക്കുന്നു. വറസഖക്കും മിന الطيبات. വിശിഷ്ടമായതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു, റിസ്ക് നൽകിയിരിക്കുന്നു. തയ്യിബായ റിസ്കുകൾ. എത്ര സ്വച്ഛമായ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്, എത്ര നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അഫബിൽബാതിൽ യുഅ്മിനൂൻ വബിനിഅ്മത്തില്ലാഹി ഹും യക്ഫുറൂൻ. എന്നിട്ട് അവർ ബാത്തിലിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയുമാണോ? ഇത് അള്ളാഹു അവൻ്റെ അനുഗ്രഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെയാണ് സൂറത്തുൽ ഇസ്രായിൽ ആയത്ത്, വലഖദ് കറംന ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ തയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു, കരയിലും കടലിലും നാം അവനെ സഞ്ചരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ അവർക്ക് നാം വിശിഷ്ടമായതിൽ നിന്ന് റിസ്ക് നൽകിയിരിക്കുന്നു, നാം സൃഷ്ടിച്ച പലരെക്കാളും ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. സൂറത്ത് ഗാഫിറിൽ ആയത്ത് നോക്കൂ, അല്ലാഹു അല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറ വസ്സമാഅ ബിനാഅ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനൽ തയ്യിബാത്ത് ദാലികുമുല്ലാഹു റബ്ബുകും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ ഖറാറാക്കി തന്നത്, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതെ അത് നിൽക്കുന്നു. അതുപോലെ അള്ളാഹു ആകാശത്തെ മേൽക്കൂരയാക്കി തന്നു, നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപം നൽകി, വിശിഷ്ടമായതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകി. ദാലികും അല്ലാഹു റബ്ബുക്കും. അങ്ങനെയുള്ള അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അവനെല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞവനാകുന്നു. ഇതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ റിസ്ക് നൽകിയത് എടുത്തു പറഞ്ഞ് അവന് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആദ്യത്തെ കൽപ്പന ഏതാണ്? മുസ്ഹഫ് നമ്മൾ തുറന്നെടുത്ത് നോക്കിയാൽ ആദ്യത്തെ കൽപ്പന ഉഅ്ബുദു റബ്ബക്കും എന്ന കൽപ്പനയാണ്. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന കൽപ്പന. സൂറത്തു അൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസു ഉഅ്ബുദു. ഒരു കൽപ്പനാക്കർ, ഒരു അമ്രിന്റെ സീഗത്ത് ഖുർആനിൽ മുസ്ഹഫ് നമ്മൾ എടുത്തു നോക്കിയാൽ ആദ്യത്തേത് ഇതാണ്, യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ശരി, അത് അമ്രാണ്, കൽപ്പനയാണ്. വിലക്കുണ്ടല്ലോ, നഹി. ഖുർആനിൽ ആദ്യത്തെ വിലക്ക് മുസ്ഹഫ് നമ്മൾ എടുത്തു നോക്കിയാൽ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ എന്ന വിലക്കാണ്. അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. ആദ്യത്തെ കൽപ്പന തൗഹീദ്, ആദ്യത്തെ വിലക്ക് ശിർക്കാണ്. ഈ ആയത്തിൽ അള്ളാഹു സൂറത്തു അൽ ബഖറയിലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ ആയത്തിൽ തൊട്ടുടനെ പറഞ്ഞത് കാണാം, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ والسماء بناء وأنزل من السماء ماء. باقي عند فأخرج به من الثمرات رزقا لكم. നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളെ പടച്ച, നിങ്ങളുടെ മുൻഗാമികളെ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ശേഷം അള്ളാഹു പറഞ്ഞവനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി ആകാശത്തെ മേൽക്കൂരയാക്കി മുകളിൽ നിന്ന് വെള്ളം വർഷിപ്പിച്ചു തന്നവൻ. അത് മുഖേന നിങ്ങൾക്കുള്ള റിസ്ഖായി സമറാത്ത്, പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തന്നവൻ. നോക്കൂ, അള്ളാഹു മഴ
മഴ പെയ്യിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തൊന്നും നിലനിൽക്കുകയില്ല. മഴയിൽ മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ അതല്ല നമ്മൾ കഴിക്കുന്നത് എന്നൊരാൾ ചിന്തിച്ചാൽ നടക്കുകയില്ല. കാരണം ഒന്നുകിൽ നീ അത് നേരെ തിന്നും, അല്ലെങ്കിൽ അത് കഴിച്ച് ജീവിക്കുന്ന ജന്തുക്കളെ നീ ഭക്ഷിക്കുന്നു, അതല്ലാതെ മറ്റെന്താണ് ഭക്ഷണം? അല്ലെങ്കിൽ അതിൻ്റെ പാല് നീ കുടിക്കുന്നു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന വെള്ളം നീ കുടിക്കുന്നു. വേറെന്താണ് റിസ്ക്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് റിസ്ക് നൽകുന്നത്. ആരാണ് ഉമ്മയുടെ വയറ്റിൽ കഴിയുന്ന ശിശുവിന്, ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് അതിൻ്റെ റിസ്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അത് പുറത്തേക്ക് വന്നാൽ അതാ വീണ്ടും അല്ലാഹു ആണ് അതിൻ്റെ ഉമ്മയിലൂടെ ആ കുഞ്ഞിന് പാല് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് ഭക്ഷണം കഴിക്കാനായാൽ അതിന് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്, വെള്ളം നൽകുന്നത് അല്ലാഹുവാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. ഇനി സ്വർഗത്തിൽ റിസ്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിൻ്റെ ഓരോ വാതിലടയുമ്പോഴും അല്ലാഹു അതിൻ്റെ ഇരട്ടി തുറന്നു കൊടുക്കുമെന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം ആ വിഷയത്തിൽ പറഞ്ഞത് കാണാം. കുഞ്ഞിൻ്റെ റിസ്കിൻ്റെ വഴി ഒറ്റ ഒന്ന് മാത്രമാണ്, ഒരേ ഒരു വഴി. പൊക്കിൽ കുടിയിലൂടെ അതിന് ഭക്ഷണം ലഭിക്കുന്നു. ഒറ്റൊരു റിസ്കിൻ്റെ വാതിലാണ് അതിനുള്ളത്. എന്നാൽ അതിനെ പ്രസവിച്ചതോടെ അതിൻ്റെ റിസ്കിൻ്റെ മാർഗം ഇരട്ടിയാകുന്നു. ഒന്നുള്ളത് നേരെ രണ്ടാകുന്നു. ഉമ്മയുടെ രണ്ട് മാറിടങ്ങളിലൂടെ കുഞ്ഞ് പാല് കുടിക്കുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അത് അവസാനിക്കുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടി 4 വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നു. മാംസം, സസ്യം, അതുപോലെ കുടിക്കുന്ന ഇനങ്ങളാണെങ്കിൽ ഒന്ന് പാലാണ്, മറ്റൊന്ന് വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന ബാക്കി ദ്രാവകങ്ങളാണ്. ഇനി ദുനിയാവിൽ നിന്ന് അവൻ മരിച്ച് അവൻ സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ, 4ന്റെ നേരെ 8 കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് അല്ലാഹു റിസ്ക് നൽകുന്നത്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ റിസ്ക് നൽകുന്നു. അവൻ്റെ കയ്യിലാണ് കാര്യം. അതുപോലെ നോക്കൂ, ശിർക്ക് അതിനെ തകർത്ത് കളയുന്ന കാര്യങ്ങളിലൊന്നാണ് അല്ലാഹുവാണ് റിസ്ക് നൽകുന്നത് എന്നത്. ലോകത്ത് ഏത് ഇലാഹാണ് അതിനെ ഇബാദത്ത് ചെയ്യുന്ന ആബിദിന് റിസ്ക് നൽകുന്നത്? ഏത് ബിംബം നൽകും? ഏത് ഖബർ നൽകും? ഏത് കുരിശ് നൽകും? ഒന്നും നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. അല്ലാഹു الذي خلقكم ثم رزقكم ثم يميتكم ثم يحييكم هل من شركائكم من يفعل من ذلكم من شيء سبحانه وتعالى عما يشركون. അല്ലാഹു പറയുന്നു, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്, റിസ്ക് നൽകുന്നത്, നിങ്ങളെ മരിപ്പിക്കുന്നത്, നിങ്ങളെ ജീവിപ്പിക്കുന്നത്. നിങ്ങൾ പങ്കു ചേർക്കുന്നവയിൽ ഇത് വല്ലതും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്രയോ പരിശുദ്ധനാണ്, അവൻ എത്രയോ ഉന്നതിയിലാണ്. യാ അയ്യുഹന്നാസു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. ഓ മനുഷ്യരെ, അല്ലാഹു നിങ്ങളോട് ചെയ്തു തന്ന, നിങ്ങൾക്ക് നൽകിയ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാഹു ഫഅന്നാ തുഫകൂൻ. സൂറത്തു ഫാത്തിറിലെ 3-ാമത്തെ ആയത്താണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റു വല്ല സൃഷ്ടാവുമുണ്ടോ? യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, മുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവനായി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല, ആരാധനക്ക് അർഹനില്ല. ഫഅന്നാ തുഫകൂൻ, പിന്നെങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? ഇബ്രാഹിം നബി ഖൗമിനോട് പറഞ്ഞത് കാണാം, ഫബ്തഗു ഇൻദല്ലാഹി റിസ്ക്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് റിസ്ക് തേടുക. അപ്പോൾ നോക്കൂ, തൗഹീദ് സ്ഥാപിക്കാൻ, ഷിർക്കിനെ തകർക്കാൻ അല്ലാഹു എടുത്തു പറഞ്ഞ കാര്യമാണ് എന്ത്? അല്ലാഹുവാണ് റസാഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ. അതുപോലെ നന്മകൾക്ക് ചെലവഴിക്കാൻ നീ മടിക്കേണ്ടതില്ല, അത് പറയാൻ അല്ലാഹു അവനാണ് റിസ്ക് നൽകുന്നത് എന്ന കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ, ഓ മുഅ്മിനുകളെ നിങ്ങൾ ചെലവഴിക്കൂ, മിമ്മ റസഖനാക്കും, നാം നിങ്ങൾക്ക് റിസ്ക് നൽകിയതിൽ നിന്ന്.
മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തു വലാ ശഫാഅ. ഒരു കച്ചവടമോ അതുപോലെ ഒരു ശുപാർശയോ ഒരു സ്നേഹബന്ധമോ ഇല്ലാത്ത, അതൊന്നും പ്രയോജനപ്പെടാത്ത നാൾ വരുന്നതിന് മുൻപ് അള്ളാഹുവാണ് നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞത് കാണാം, അൻഫിഖ് യാ ബിലാൽ, ബിലാൽ നീ ചെലവഴിക്കുക, നീ പേടിക്കേണ്ടതില്ല. മിൻ ദിൽ അർശി ഇഖ്ലാല, അർശിന്റെ റബ്ബായ അള്ളാഹുവിൽ നിന്ന് അവൻ നിനക്ക് കുറച്ചേക്കുമെന്ന് നീ പേടിക്കേണ്ടതില്ല. അസ്മാ റളിയല്ലാഹു അൻഹുവിനോട്, അസ്മാ റളിയല്ലാഹു അൻഹ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്മാ വല്ലാതെ അളക്കേണ്ടതില്ല, അളന്നു കൊടുക്കണ്ട, അള്ളാഹു അളന്നു തരും, മറിച്ച് വിശാലമായി നൽകുക, അള്ളാഹു വിശാലമായി നൽകും. വല്ലാതെ പിടിച്ചു വെക്കരുത്, വല്ലാതെ അളക്കാൻ നിൽക്കേണ്ടതില്ല, മറിച്ച് വിട്ടേക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായി നൽകും. നമ്മളെ കയ്യിലുള്ളത് ഇടക്കിടക്ക് എണ്ണ നോക്കുക എന്നുള്ളത്, അതും അങ്ങനെ വല്ലാതെ നോക്കാതെ വിടുക എന്നത് ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിൽ ബറക്കത്ത് നൽകാൻ സഹായിക്കുമെന്നാണ്. ഐഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞൊരു സംഭവം കാണാം. അവരുടെ കയ്യിലുണ്ടായ ഒരു വസ്തു അവരതിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടേയിരുന്നു, തീരുന്നില്ല. ഒരിക്കൽ എണ്ണി, പിന്നെ അത് പെട്ടെന്ന് തീർന്നു. എണ്ണിയപ്പോൾ അത് പെട്ടെന്ന് തീരുകയുണ്ടായി. എണ്ണാതെ അത് നിൽക്കുന്ന സമയത്ത് അള്ളാഹു വച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്ത് നൽകിയത് കാണാം. ഇടയ്ക്കിടയ്ക്ക് എണ്ണി നോക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ഉള്ളത് അവിടെ തന്നെ ഉണ്ടാവും. വല്ലാതെ എണ്ണിയാൽ, വല്ലാതെ പിടിച്ചു വെക്കാൻ നിന്നാൽ, അളക്കാൻ നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അളന്നു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് കാണാം. അതുപോലെ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ റിസ്ഖിന്റെ കാര്യം പറഞ്ഞ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, ഓ മുഅ്മിനുകളെ നാം നൽകിയ നല്ല റിസ്ഖിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ. അള്ളാഹുവാണ് റിസ്ക് നൽകിയത്. തൊട്ടുടനെ പറഞ്ഞ എന്താണ്? വഷ്കുറൂ ലില്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അള്ളാഹുവിനെ നിങ്ങൾ നന്ദി കാണിക്കുക, അവനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊന്നിരുന്ന ഖൗമുണ്ടായിരുന്നു. അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? നഹ്നു നർസുഖുക്കും വയ്യാഹും. മറ്റൊരാഴ്ചയിൽ കാണാം നഹ്നു നർസുഖുഹും വയ്യാക്കും, നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് അവർക്കും, അവർക്ക് റിസ്ക് നൽകുന്നത്, നിങ്ങളുടെ മക്കൾക്ക് റിസ്ക് നൽകുന്നത് നിങ്ങൾക്കും. തഖ്വ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ട്? റിസ്ക് പറഞ്ഞിട്ട്. സൂറത്ത് തലാഖിലെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും എപ്പോഴും ആശ്വാസം അള്ളാഹു നൽകുന്ന ആയത്ത്, അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അള്ളാഹു അവന് ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. ബാക്കി എന്താണ്? വയർസുഖുഹു, അള്ളാഹു അവന് റിസ്ക് നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ റിസ്ക് നൽകിയത് അതിൽ തെളിവില്ലാതെ ഹലാലും ഹറാമും നിശ്ചയിക്കാൻ ശ്രമിക്കുന്നവരെ ആക്ഷേപിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവിടെയും അള്ളാഹു അവന്റെ റിസ്ക് ഓർമ്മപ്പെടുത്തിയത് കാണാം. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ക്, ആരാണ് അള്ളാഹു അവന്റെ അടിമകൾക്ക് അവതരിപ്പിച്ച് നൽകിയ സീനത്ത് ഹറാമാക്കുന്നത്, അതുപോലെ അള്ളാഹു നൽകിയ വിശിഷ്ടമായ ഉപജീവനം റിസ്ക് അത് ഹറാമാക്കുന്നത്? മുശ്രിക്കുകൾ പറഞ്ഞു തവാഫ് ചെയ്യുമ്പോൾ എന്ത് പാടില്ല? വസ്ത്രം ധരിക്കാൻ പാടില്ല. അതുപോലെ അവർ ചില മൃഗങ്ങളെ പ്രത്യേകം അവരുടെ ഇലാഹുകൾക്ക് നിശ്ചയിച്ചു പറഞ്ഞു ഇതിനെ കഴിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അള്ളാഹു ജനങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്ത തയ്യിബാത്തുകളാണത്. ജനങ്ങൾ ഇന്നും ആ സ്വഭാവം നമുക്ക് കാണാം, പല രൂപത്തിൽ, ആധുനിക രൂപത്തിൽ അത് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഹലാല് ഹറാമാക്കുന്നത് കാണാം. അതുപോലെ അള്ളാഹു ഹറാമാക്കിയ വൃത്തികേടുകൾ അത് ഹലാലാക്കുന്നതും കാണാം. ഇപ്പൊ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇവർ ഈ നിശ്ചയിച്ച പ്രായപരിധി വിവാഹത്തിന് നിശ്ചയിച്ചിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പം നൽകിയിരിക്കുന്നു ആളുകൾക്ക്, വളരെ എളുപ്പം അള്ളാഹു നൽകി. എന്നാൽ ഈ ഖൗം എന്ത് ചെയ്യുകയാണ്? അള്ളാഹു നൽകിയ വിശിഷ്ടമായത് അത് ഉപേക്ഷിക്കുകയാണ്. ഏറ്റവും നല്ല പ്രായം അത് തുലച്ചു കളയുകയാണ്. ഏറ്റവും നല്ല, അവർക്ക് ഏത് നിലക്കും ഖൈറായി തീരുന്ന പ്രായം അത് തുലച്ചു കളയുന്നു. എന്നിട്ട് ഖൗമ ഹലാലാക്കുന്ന എന്തൊക്കെയാണ്? എല്ലാ വൃത്തികേടുകളും, സ്വവർഗരതിയും, അങ്ങനെ പറയാൻ കൊള്ളാത്ത എല്ലാ വൃത്തികേടുകളും ഖൗമ വാരിപ്പുണരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്ര വലിയ ദൗർഭാഗ്യമാണ്.
എത്ര വലിയ ദൗർഭാഗ്യമാണ്. അതങ്ങനെ തന്നെയാണ്. അള്ളാഹു നിശ്ചയിച്ചു തന്നത് അതിനൊരാൾ ഹറാമാക്കാൻ മെനക്കെട്ടാൽ, അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കാൻ വാശി പിടിക്കുന്നവൻ അവനെ കാണാം ഹറാമുകളിൽ പോയി ചാടുന്നത്. അള്ളാഹു എളുപ്പം നൽകിയ കാര്യമായിരിക്കും. അതിൽ വേണ്ടാത്ത കടുംപിടുത്തവും അതിൻ്റെ പേരിൽ അത് ചെയ്തതിൻ്റെ ഒരു ഹലാലായ കാര്യം ചെയ്തതിൻ്റെ പേരിൽ ആളുകളെ കുത്തി പറയുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവനെ കാണാൻ വലിയ ഹറാമിലാവും പോയി വീഴുന്നത്. അതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല, അതിനവരൊരു പ്രയാസം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകളെ കാണാം. അതിന് വിട്ട ആളുകൾ പൊതുവേ അങ്ങനെ ആയിരിക്കും. വേണ്ടാത്തതിൽ ഒരുത്തൻ കടുംപിടുത്തം പിടിക്കുന്നത് കണ്ടാൽ പൊതുവെ അവൻ പരീക്ഷിക്കപ്പെടും. എങ്ങനെ? പാടില്ലാത്ത വലിയ ഹറാമിലവൻ പോയി വീഴും. പൊതുവെ ഇങ്ങനെയുള്ള ആളുകളെ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിർവരമ്പുകളിൽ നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ശരിയായ ദീനിന്റെ അതിർവരമ്പുകളിൽ നിൽക്കുക. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അപ്പുറത്തേക്കുമില്ല ഇപ്പുറത്തേക്കുമില്ല, ആ രൂപത്തിൽ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് റിസ്ക് നൽകിയതെന്ന് പറയുകയും എന്നിട്ട് ഹലാലായ റിസ്ക് അന്വേഷിക്കാൻ അല്ലാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. ഫംശൂ ഫി മനാകിബിഹ, ഭൂമിയുടെ ചുമലുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ. വകുലൂ മിർ റിസ്ഖിഹി, അല്ലാഹുവിന്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ. ഇലൈഹിൻ നുശൂർ, അല്ലാഹുവിലേക്കാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്ക് അന്വേഷിച്ച് ഒരാൾ നടക്കുന്നു. അതിലൊരാൾക്ക് നല്ല നീയത്തുണ്ടെങ്കിൽ അത് പ്രതിഫലം ലഭിക്കും. ഒരാൾ ജോലി ചെയ്യുകയാണ്, ഒരാൾ കച്ചവടം ചെയ്യുകയാണ്, അവരുടെ നീയത്ത് എന്താണ്? അവന്റെ നീയത്ത് എനിക്ക് ഹലാലായ റിസ്ക് ലഭിക്കണം, എനിക്ക് ആളുകളുടെ മുന്നിൽ കൈ നീട്ടേണ്ട, ആളുകളോട് കടം ചോദിക്കേണ്ട, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകരുത്, നാളെ എൻ്റെ മക്കൾക്കുണ്ടാകരുത്. അത് തന്നെ ഒരാൾക്ക് പ്രതിഫലം ലഭിക്കാനുള്ള നല്ല നീയത്താണ്. അയാൾക്ക് പ്രതിഫലം അള്ളാഹുവിൽ പ്രതീക്ഷിക്കാവുന്ന നല്ല നീയത്താണ്. അതോടൊപ്പം അയാൾ അതിനേക്കാൾ വലിയ നീയത്തുകൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലോ ഒരുപാട് ഖൈറുകൾ ചെയ്യണം, സദഖ കൊടുക്കണം, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ സദഖക്കുള്ള പ്രതിഫലം കേട്ടപ്പോൾ, സദഖ കൊടുത്താലുള്ള പ്രതിഫലം കേട്ടപ്പോൾ അവർ ചുമടെടുക്കുക പോലെയുള്ള ജോലി ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടി? പൈസ ഉണ്ടാക്കി സദഖ കൊടുക്കാൻ വേണ്ടി, പൈസ ഉണ്ടാക്കി സദഖ നൽകാൻ വേണ്ടി സഹാബിമാർ അങ്ങനെ ചെയ്തിരുന്നു. നമ്മുടെ ഉമ്മ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഒരിക്കൽ ചോദിച്ചു, നബിയെ, ഞങ്ങളിൽ ആരാണ് ആദ്യം താങ്കളുടെ അടുത്തെത്തുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വലുകുന്ന യദാ, നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും നീളമുള്ള കൈയുള്ളത് അവളാണ് എത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഓരോരുത്തരും കൈ അളക്കാൻ തുടങ്ങി. കൈ അളന്നു നോക്കിയപ്പോൾ സൗദ റളിയല്ലാഹു അൻഹ അവരുടെ കൈയാണ് നീളമുള്ള കൈയായി കണ്ടത്. അവർ നല്ല ഉയരമുണ്ടായിരുന്ന വനിതയായിരുന്നു നമ്മുടെ ഉമ്മ സൗദ ബിൻത് സമഅ റളിയല്ലാഹു അൻഹ. എന്നാൽ പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ കൈ നീളമുള്ളവൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ധാരാളം സദഖ നൽകുന്നവൾ എന്നായിരുന്നു. കാരണം നബിക്ക് ശേഷം ആദ്യം വഫാത്തായത് സൈനബാണ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു. അവർ ധാരാളമായി സദഖ നൽകുമായിരുന്നു. അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി സദഖ കൊടുക്കുമായിരുന്നു. അവരെ പോലെ സദഖ കൊടുക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരാൾ നല്ല നീയത്തിൽ ഒരാൾ റിസ്ക് തേടുക എന്നത് നല്ല കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ റിസ്ക് തേടേണ്ടതില്ല, മറിച്ച് അല്ലാഹുൽ തവക്കുലാക്കിയാൽ മതി എന്ന് പറയുന്നത് സൂഫികളുടെ വാദമാണ്. എന്നാൽ ആ കൗമാകട്ടെ ചെയ്തത് തവക്കുലല്ല, അത് തവക്കുലല്ല. കാരണങ്ങൾ പ്രവർത്തിക്കാതെ ഒരുത്തൻ ഞാൻ അല്ലാഹുവിൽ അവലംബിച്ചു എന്ന് പറഞ്ഞാൽ അത് തവക്കുലല്ല. മറിച്ച് തവക്കുൽ എന്നാൽ എന്താണ്? തവക്കുൽ എന്നാൽ നീ കാരണങ്ങൾ പ്രവർത്തിക്കുക, നിന്റെ ശരീരം കൊണ്ട്, ഹൃദയം അല്ലാഹുവിൽ അവലംബിക്കുക, അതാണ് തവക്കുൽ. ഹൃദയം നീ നിന്റെ ജോലിയിലോ കച്ചവടത്തിലോ മുതലാളിയിലോ ഒന്നും ഹൃദയം അവലംബിക്കേണ്ട, അതൊന്നും അവിടെ കെട്ടിയിടരുത്. ഹൃദയം അവിടെ കെട്ടിയിടരുത്, അതിലവലംബിക്കരുത്. ഹൃദയം അല്ലാഹുവിൽ അവലംബിക്കുക. എന്നാൽ നീ നിന്റെ കൈകൊണ്ട് പ്രവർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫഅജ്മിലു അത്തലബ്, ഭംഗിയായി തേടൂ നിങ്ങൾ, അല്ലാഹു ഉദ്ദേശിച്ചതേ ലഭിക്കുകയുള്ളൂ. ഭംഗിയായി നിങ്ങൾ റിസ്ക് തേടുക. ആ റിസ്കിനുള്ള അന്വേഷണം ഹയാൽ സലാ ഹയാൽ ഫലാ എന്ന് വിളിക്കുമ്പോൾ നിന്നെ തടസ്സപ്പെടുത്തരുത്. ഹറാം സമ്പാദിക്കാൻ അത് നിന്നെ പ്രേരിപ്പിക്കരുത്, അതിലേക്ക് നയിക്കരുത്. അതല്ലാത്തിടത്തോളം അൽഹംദുലില്ലാഹ് അള്ളാഹു നൽകിയ റിസ്കിന്റെ മാർഗങ്ങൾ അത് ഉപേക്ഷിക്കരുത്. ഈ സൂഫികൾ എന്ത് ചെയ്യും? ഇങ്ങനെ പറയുകയും ചെയ്യും. അവസാനം അവൻ എന്ത് ചെയ്യും? ആളുകളോട് കൈനീട്ടി ഇറക്കാൻ തുടങ്ങും. നല്ല തവക്കുലാണ്. ജനങ്ങളോട് കൈനീട്ടി
യാചിച്ച് നടക്കും. വലിയ സൂഫി വര്യനാണ്. പണിയെന്താ? യാചന, ആളോട് ഇറക്കുക. അതൊരിക്കലും തവക്കുലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ മുതവക്കിലീൻ, തവക്കുലാക്കിയവരുടെ മുഴുവൻ, അള്ളാഹുൽ തവക്കുലാക്കിയവരുടെ മുഴുവൻ ഇമാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കച്ചവടം നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിറ്റിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. അവിടുന്ന് സമ്പാദിക്കാൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ നമുക്ക് പ്രോത്സാഹനം കാണുക. നല്ല ഒരാളുടെ കയ്യിൽ എത്ര നല്ലതാണ് പണം, നല്ല പണം നല്ല ഒരാളുടെ കയ്യിൽ ഉണ്ടാവുക എന്നത് എത്ര നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല പണം നല്ല ഒരാളുടെ കയ്യിൽ ഉണ്ടാവുക അത് നല്ല കാര്യമാണ്. അത് അയാൾക്കും അയാളുടെ കുടുംബത്തിനും മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്പെടും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് റിസ്ക് നൽകുന്നത് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയത് കാണാം. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ അത് 2 ഇനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് റിസ്ഖുൻ ആം, 2 റിസ്ഖുൻ ഖാസ്. റിസ്ഖുൻ ആം, ആമായ റിസ്ക് എന്നാൽ അത് എല്ലാവർക്കും ലഭിക്കുന്ന അള്ളാഹുവിന്റെ റിസ്ക്കാണ്. നല്ലവനും മോശക്കാരനും മുസ്ലിമിനും കാഫിറിനും മുമ്പ് കഴിഞ്ഞു പോയവർക്കും അവസാനക്കാർക്കും ഒക്കെ ലഭിക്കുന്നതാണ്. ആ റിസ്ക് എന്താണ്? അത് നമുക്ക് ഓരോരുത്തർക്കും ജീവിച്ചു പോകാനുള്ള റിസ്ക്കാണ്. അത് റബ്ബില്ല എന്ന് പറയുന്നവനും വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നത് ആരാണ്? റബ്ബാണ്, അള്ളാഹുവാണ്. പരലോകത്ത് നിഷേധിക്കുന്നവരും അള്ളാഹുവിന്റെ നബിമാരെ കൊന്നുകളഞ്ഞവർക്ക് പോലും റിസ്ക് നൽകിയവൻ ആരാണ്? അള്ളാഹുവാണ് സുബ്ഹാനഹു വ തആല. ആ റിസ്കിൽ എന്തുൾപ്പെടും? ഹറാമും ഹലാലും ഉൾപ്പെടും. വെറുതെ ഹറാമായ വഴിക്കാണ് സമ്പാദിച്ചത്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാണ് അവന് കിട്ടിയത്, സംശയമൊന്നുമില്ല. അള്ളാഹു അറിയാതെ അവൻ സമ്പാദിച്ചതല്ല, അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട് അവനിങ്ങനെ സമ്പാദിക്കുമെന്ന്. അള്ളാഹുവിന്റെ വിധി അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ അതവന് ന്യായമല്ല. കാരണം അള്ളാഹു നബിമാരെ ഇറക്കിയിട്ടുണ്ട്, നബിമാരെ അയച്ചിട്ടുണ്ട്, അവൻ കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവൻ ഒരു കുഴിയിൽ വീണാൽ അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞ് അവിടെ കിടക്കുകയില്ല, അവൻ കയറും. അള്ളാഹുവിന്റെ വിധിയാണ്, അതും അള്ളാഹുവിന്റെ വിധി തന്നെയാണ്. അവന്റെ വീട്ടിന് തീ പിടിച്ചാൽ അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുകയില്ല, പുറത്തേക്ക് ചാടും. ചാടിയതും അള്ളാഹുവിന്റെ വിധിയാണ്, തീ പിടിച്ചതും അള്ളാഹുവിന്റെ വിധിയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതിൽ ഹലാലും ഹറാമും ഉൾപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ടല്ലോ, ഗർഭസ്ഥ ശിശുവായിരിക്കെ മലക്കുകൾ വന്ന് രേഖപ്പെടുത്തും എന്ത്? 4 കാര്യങ്ങൾ. അതിലൊന്നെന്താണ്? വരിസ്ഖുഹു, ആയുസ് രേഖപ്പെടുത്തും, അമല് രേഖപ്പെടുത്തും, റിസ്ക് രേഖപ്പെടുത്തും. ഇവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, സ്വർഗത്തിലാണോ നരകത്തിലാണോ രേഖപ്പെടുത്തും. ആ കൂട്ടത്തിൽ റിസ്ക് രേഖപ്പെടുത്തും. അതിൽ അവൻ സമ്പാദിക്കുന്ന റിസ്ക് മുഴുവൻ പെടും, ഹറാമും ഹലാലും ഒക്കെ ഉൾപ്പെടും. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഒരു ജന്തുവിൽ അള്ളാഹു റിസ്ക് നൽകിയിട്ടല്ല. അതിൽ ഹറാമും ഹലാലും ഒക്കെ ഉൾപ്പെടും. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അള്ളാഹു റിസ്ക് കുറേ കൊടുത്തു എന്നത് അവൻ അള്ളാഹുവിൽ എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ട് എന്നതിനുള്ള തെളിവല്ല. കാരണം കുഫാറുകൾ, മുശ്രിക്കുകൾ, അവർ വലിയ അഹങ്കാരം നടിച്ചു പറഞ്ഞത് ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞത് കാണാം. വഖാലു നഹ്നു അക്സറു അംവാലൻ വഔലാദ വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങളാണ് കൂടുതൽ പണമുള്ളവർ. നോക്ക്, ആരുടെ കയ്യിലാണ് കൂടുതൽ പൈസ ഉള്ളത്? ആർക്കാണ് കൂടുതൽ മക്കളുള്ളത്? എന്താ അള്ളാഹു മറുപടി പറയാൻ പറഞ്ഞത്? ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. പറയുക, എൻ്റെ റബ്ബാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വിശാലമാക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് ഇടുക്കി കൊടുക്കുന്നത്. എന്നാൽ ജനങ്ങളിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. വമാ അംവാലുകും വലാ ഔലാദുകും ബില്ലതി തുഖർരിബുകും ഇൻദനാ സുൽഫ ഇല്ലാ മൻ ആമന വഅമില സാലിഹാ. നിങ്ങളുടെ സമ്പത്തോ മക്കളോ നിങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുകയില്ല. ഇല്ലാ മൻ ആമന വഅമില സാലിഹാ, ഈമാനും സാലിഹായ അമലും ഉള്ളവനൊഴികെ. അതിനർത്ഥം എന്താണ്? അവന്റെ സമ്പത്തും മക്കളും അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. അവൻ സമ്പത്ത് കൊണ്ട് ഖൈർ ചെയ്യും. അവൻ മക്കളെ മുസ്ലിമീങ്ങളാക്കി വളർത്തിയിട്ടുണ്ടാകും. അവരുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവന് ലഭിക്കും, സംശയമില്ല. അല്ലാത്തവന് അത് അപകടമായി തീരും, അവന്റെ ശിക്ഷ വർദ്ധിക്കാനാണ് അത് കാരണമാവുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മളൊക്കെ കേട്ട ആയത്തല്ലേ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ.
മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അള്ളാഹു അവനെ പരീക്ഷിച്ചാൽ, എന്നിട്ട് അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പണവും സുഖവും ഒക്കെ നൽകിയാൽ അവൻ പറയും എൻ്റെ റബ്ബെന്നെ ആദരിച്ചിരിക്കുന്നു. വമ്മ ഇദാ മബ്തലാഹു, എന്നാൽ അള്ളാഹു അവനെ പരീക്ഷിച്ചാൽ, നോക്കണം രണ്ടിനും അള്ളാഹു പറഞ്ഞ വാക്ക് എന്താണ്? ഇദാ മബ്തല, അവനെ പരീക്ഷിച്ചാൽ. അപ്പോൾ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കലും പരീക്ഷണമാണ്. അങ്ങനെ ഫഖദറ അലൈഹി റിസ്ഖ, അവന്റെ റിസ്ഖ് അള്ളാഹു ഇടുക്കി കളഞ്ഞാൽ അവൻ പറയും ഫയഖൂലു റബ്ബി അഹാനൻ, എൻ്റെ റബ്ബെന്നെ നിന്ദിച്ചിരിക്കുന്നു. കല്ല, തൊട്ടടുത്ത ആയത്ത് തുടങ്ങുന്നതാണ് കല്ല. അങ്ങനെയല്ല. അള്ളാഹു ഒരുവന് ദുനിയാവിൽ കുറെ പണം കൊടുത്തു എന്നതുകൊണ്ട് അവൻ അള്ളാഹുവിൽ കരീമാൻ, അള്ളാഹുവിൽ അവൻ വലിയ ആദരവുള്ളവനാണ് എന്നതിന് അർത്ഥമില്ല. ദുനിയാവിൽ അള്ളാഹു ഒരുവന് ദാരിദ്ര്യം കൊടുത്താൽ അള്ളാഹുവിൽ അവൻ മഹീനാണ്, അള്ളാഹുവിൽ അവൻ നിന്ദനാണ് എന്നർത്ഥമില്ല. മറിച്ച് ഈ പണമില്ലാത്തവൻ ആ പണക്കാരനേക്കാൾ അള്ളാഹുവിൽ എത്രയോ ശ്രേഷ്ഠതയും സ്ഥാനവുമുള്ളവനായിരിക്കും. നേരെ തിരിച്ചുമാകാം. അത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. ഈമാനും സാലിഹായ അമലുമാണ് അതിനുള്ള മാനദണ്ഡം. അപ്പോൾ ഇതെല്ലാവർക്കുമുള്ള റിസ്ക്കാണ്. രണ്ടാമത്തെ റിസ്ക് റിസ്ഖുൻ ഖാസ്, ഇത് പ്രത്യേകമായ റിസ്ക്കാണ്. അത് സഹോദരങ്ങളെ റിസ്ഖുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ റിസ്ക്കാണ്. ഈമാൻ അള്ളാഹു നൽകുന്നതാണ്. ഇൽം, നാഫിയായ ഇൽം, വലിയ റിസ്ക്കാണത്. സുബ്ഹാനല്ലാഹ്, ഉപകാരപ്രദമായ കിതാബിന്റെയും സുന്നത്തിന്റെയും വിജ്ഞാനം, അത് വലിയ റിസ്ക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇരിക്കുന്ന സഹാബികളോട് പറഞ്ഞ എന്താണ്? നിങ്ങളിലൊരാൾ ഇതാ ഈ അടുത്തുള്ള സ്ഥലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള അടുത്തുള്ള ഒരു സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ ചെന്ന് ഒരു കുടുംബ ബന്ധം മുറിക്കാതെ, ഒരു തെറ്റും ചെയ്യാതെ, നല്ല മുന്തിയ ഇനം 2 ഒട്ടകങ്ങൾ അവന് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടാത്തത്? സഹാബികൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നു നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് ചെന്ന് 2 ആയത്തുകൾ പഠിക്കുന്നത് അതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറാണ്. 3 ആയത്തുകൾ പഠിക്കുന്നത് 3 ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ. ഇന്നത്തെ കാലത്ത് മുന്തിയ ഇനം 2 വാഹനങ്ങൾ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. അതിൻ്റെ അപ്പുറത്താണ് അന്നത്തെ ഒട്ടകം. ഒട്ടകം വെറും വാഹനമല്ല, അതുകൊണ്ട് വേറെയും ഉപകാരങ്ങളുണ്ട്. അതിനേക്കാൾ വലിയ റിസ്ക്കാണ് എന്ത്? അള്ളാഹുവിൻ്റെ കിതാബിൽ 2 ആയത്തുകൾ പഠിക്കുക എന്നത്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് കാണാം, അവർക്ക് നാം നൽകിയ ദുനിയാവിൻ്റെ റിസ്ഖിന്റെ പിന്നാലെ നീ നിന്റെ കണ്ണുകൾ പായിക്കരുത്. വലഖദ് ആതൈനാക സബഅൻ മിനൽ മഥാനി വൽ ഖുർആനിൽ അദീം, കാരണം നിനക്ക് നാം ഫാത്തിഹ നൽകിയിട്ടുണ്ട്, മഹത്തായ ഖുർആൻ നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു പഠിപ്പിച്ചു എന്നുള്ളത് സുബ്ഹാനല്ലാഹ്, അത് ദുനിയാവിലെ വലിയ മുതലുകളെക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അത് വലിയ റിസ്ഖാണ്. നീ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് വല്ലതും പഠിച്ചാൽ വലിയ റിസ്ഖാണത്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ വലിയ റിസ്ഖാണ്. ഓതാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്? അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹം ആലോചിച്ച് നോക്ക്. നിനക്ക് ഓതാൻ അറിയാമെങ്കിൽ, കാരണം അതറിയാത്ത എത്ര ആളുകളുണ്ട്. നിനക്ക് ഖുർആനിൽ എന്തെങ്കിലും ഹിഫ്ദുണ്ടെങ്കിൽ എത്ര വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിക്കുക, ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുക, ദുആ ദിക്റുകൾ പഠിച്ചു വെക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ഖാണ്. അതുപോലെ ഒരാളുടെ ദീൻ നന്നാവുക, ഒരാൾക്ക് ഹലാലായ സമ്പാദ്യം ലഭിക്കുക, അത് ഖാസായ റിസ്ഖാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വഅൻഫിഖു മിമ്മാ റസഖ്നാകും, നാം റിസ്ഖ് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്ന ആയത്ത് ഏത് റിസ്ഖിനെ പറ്റിയാണ്? ഖാസായ റിസ്ഖിനെ പറ്റിയാണ്, ആമായ റിസ്ഖിനെ പറ്റിയല്ല. കാരണം ആമായതിൽ ഏതും പെടും, ഹറാമും പെടും. ഹറാമായ മുതലിൽ നിന്ന് സമ്പാദിച്ചത്, ഹറാമായ വഴിക്ക് സമ്പാദിച്ചതിൽ നിന്ന് സദഖ കൊടുത്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അള്ളാഹു തയ്യിബാണ്, ഏറ്റവും വിശിഷ്ടനാണ്, അവൻ വിശിഷ്ടമായതല്ലാതെ സ്വീകരിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും വിശിഷ്ടനാണ്, അതുകൊണ്ട് അവൻ വിശിഷ്ടമായതല്ലാതെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നീ സദഖ കൊടുത്താൽ കൊടുക്കേണ്ടത് ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാണ്. ഹലാലായ തയ്യിബായ സമ്പാദ്യത്തിൽ നിന്ന് നല്ല മനസ്സോടെ കൊടുത്താൽ എന്താണ് അതിന്റെ പ്രതിഫലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അല്ലാഹു അവന്റെ വലത് കൈ കൊണ്ട് അത് സ്വീകരിക്കും, എന്നിട്ട് അല്ലാഹു അത് വളർത്തിക്കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തയ്യിബായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്ക ഒരാൾ കൊടുത്താൽ, ഒരു കാരക്ക
അതൊരാൾ കൊടുത്താൽ, ഒരു ഈത്തപ്പഴം കൊടുത്താൽ അള്ളാഹു തൻ്റെ വലത് കൈ കൊണ്ട് അത് സ്വീകരിക്കും. എന്നിട്ട് അവൻ അതിനെ വളർത്തിക്കൊണ്ടുവരും. നിങ്ങളിൽ ഒരാൾ തൻ്റെ ഫുലുവിനെ അഥവാ ചെറിയ കുതിരക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ എത്ര ശ്രദ്ധയോടെ അത് വളരുന്നതും നോക്കി അപകടമൊന്നും പറ്റാതെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരും നിങ്ങൾ? ഒരു ചെറിയ കുതിരക്കുട്ടിയെ ഒരാൾക്ക് കിട്ടിയാൽ ആലോചിച്ച് നോക്കൂ. അള്ളാഹു അതുപോലെ ആ സദഖയെ വളർത്തിക്കൊണ്ടുവരും. ഖിയാമത്ത് നാളിൽ അത് ജബൽ ഉഹദ് പോലെ ഉണ്ടാകും, ഉഹദ് പർവ്വതം പോലെ. അതാണ് ചെറിയൊരു സദഖയാണ്. നിനക്ക് ഇപ്പം കൊടുക്കാൻ അതേ മനസ്സുള്ളൂ, കൂടുതൽ കൊടുക്കാനൊന്നും നിനക്ക് തോന്നുന്നില്ല. പിശുക്ക് നിന്നെ പിടികൂടുകയാണ്. അല്പമെങ്കിലും കൊടുക്കുക, കുറച്ചെങ്കിലും. അത് നീ എന്തായി കാണണ്ട, നിസാരമായി കാണണ്ട. കാരണം മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഒരുപോലെ ആവുകയില്ല. ചില സന്ദർഭത്തിൽ വാരിക്കോരി കൊടുക്കാൻ ഒരാൾക്ക് തോന്നും, ചില സന്ദർഭത്തിൽ കൊടുക്കാൻ ഒരാൾക്ക് മടി തോന്നും. ആ മടി തോന്നുന്ന സന്ദർഭത്തിലും നീ അല്പമെങ്കിലും കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഏത് സമയത്ത് കൊടുക്കുന്ന സദഖയാണ്? വഅൻത സഹീഹുൻ, നീ ആരോഗ്യമുള്ള സമയത്ത്. ഷഹീഹുൻ, നിനക്ക് പിശുക്ക് തോന്നുന്ന സമയത്ത്. തഅമലുൽ ഗിന വതഖാഫുൽ ഫഖർ, നിനക്ക് ഇനിയും പണമുണ്ടാകാൻ ആഗ്രഹമുണ്ട്. ആ സമയത്ത് ദാരിദ്ര്യം നീ ഭയപ്പെടുന്നുണ്ട്, ആ സമയത്ത് സദഖയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾക്ക് ആരോഗ്യമില്ലാതായി പോയാൽ ആളുകൾ വലിയ നേർച്ചയൊക്കെ നേരുന്നത് കാണാം. ഒന്നാകെ മറ്റാർക്കെങ്കിലും എഴുതി കൊടുത്തേക്കാം എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ നേർച്ചയാക്കും. അത് നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നേർച്ച യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല, പിശുക്കന്റെ സമ്പത്ത് പുറത്തു കൊണ്ടുവരും എന്നല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നേർച്ച അത് ചെയ്യാതിരിക്കലാണ് ശ്രേഷ്ഠം. നേർച്ചയാക്കിയോ അത് വീടൽ നിർബന്ധമാണ്. യുഫൂന ബിൻ നദ്രി, മുഅ്മിനുകൾ അവർ നേർച്ച വീടുന്നവരാണ്. ചെയ്യാതിരിക്കലാണ് ശ്രേഷ്ഠം. കാരണം എന്താണ്? പൊതുവെ മനുഷ്യൻ നേർച്ചയാക്കുക ഇങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയാലാണ്. എന്നിട്ടോ ആ പ്രയാസം മാറിയാൽ നേരത്തെ ഉണ്ടായിരുന്ന നല്ല മനസ്സവനുണ്ടാവില്ല. നേരത്തെ ഉണ്ടായ നല്ല മനസ്സ് ഉണ്ടാകാതെ വന്നാൽ ചിലപ്പോൾ അവൻ നേർച്ച വീടുകയില്ല. നേർച്ച വീടാതിരുന്നാൽ അത് വലിയ അപകടമാണ്. കാരണം മുനാഫിഖുകളെ കുറിച്ച് സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, ലഇൻ ആതാന അല്ലാഹു മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അള്ളാഹു ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ ധാരാളം സദഖ കൊടുക്കും, ഞങ്ങൾ സാലിഹുകളായ ആളുകളിൽ ഉൾപ്പെടും. എന്നാലോ ഫലമ്മ ആതാഹും മിൻ ഫദ്ലിഹി ബഖിലു ബിഹി വതവല്ലൗ വഹും മുഅ്രിദൂൻ. അള്ളാഹു കൊടുത്തപ്പോൾ അവർ പിശുക്ക് കാണിച്ചു, അവർ തിരിഞ്ഞു കളഞ്ഞു. എന്താണ് അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ? فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون. അവർ അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദത്തം ലംഘിച്ചതിനാൽ, കളവ് പറഞ്ഞതിനാൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന നാൾ വരെ അഥവാ മരണം വരെ അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ നിഫാഖ് കൊടുത്തു, കാവട്യം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നിഫാഖ് ശിക്ഷയായി കിട്ടി. എന്ത് കാരണത്താൽ? അള്ളാഹുവിനോട് വാക്ക് തെറ്റിച്ചതിനാൽ. പാടില്ല. അതുകൊണ്ട് നേർച്ചയാക്കിയാൽ അത് വീഴൽ നിർബന്ധമാണ്. സത്യം ചെയ്തു പറഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അതിന് കഫാറത്തുണ്ട്. സത്യം ചെയ്ത് അത് ലംഘിച്ചാൽ കഫാറത്തുണ്ട്. ഒന്നുകിൽ 3 ദിവസം നോമ്പെടുക്കുക, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ അടിമമോചനം. അത് ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല. നോക്കൂ, അപ്പോൾ അള്ളാഹുവിനോട് വാക്ക് പാലിക്കാതിരിക്കുക എന്നതിലേക്ക് ഒരു പക്ഷെ നേർച്ച ഒരാളെ നയിച്ചേക്കും. അതുപോലെ ഇനി കൊടുത്താലും ചിലപ്പോൾ തീരെ മനസ്സില്ലാതായിരിക്കും കൊടുക്കുന്നത്. നേരത്തെ നേർച്ചയാക്കിപ്പോയല്ലോ എന്ന ചിന്തയിലായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയല്ല ഇബാദത്ത് ചെയ്യേണ്ടത്. ഇബാദത്ത് നല്ല മനസ്സോടെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നേർച്ചയാക്കാതിരിക്കലാണ് നല്ലത്. നീ ദുആ ചെയ്തോളൂ, പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലായി നീ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. നീ കൊടുക്കുക, ആദ്യം തന്നെ കൊടുത്തേക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തേക്കുക. അതല്ലാതെ എനിക്ക് ഇത്ര ആ കച്ചവടത്തിൽ ലാഭം കിട്ടിയാൽ ഞാൻ ഇത്ര ശതമാനം സദഖ കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള നേർച്ചകൾ ചെയ്യാതിരിക്കലാണ് നല്ലത്. നല്ല മനസ്സോടെ നീ നല്ല മനസ്സുള്ളപ്പോൾ കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകും. നേർച്ചയാക്കാതിരിക്കുക. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നല്ല റിസ്ക് എന്നത്, അത് ഹലാലായ സമ്പാദ്യം എന്നത് അള്ളാഹുവിൻ്റെ റിസ്ഖാണ്. അത് ഖാസായ പ്രത്യേകമായ റിസ്ഖാണ്. അത് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ റിസ്ഖാണ്. ഇനി നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റിസ്ക് നൽകുന്നത്. ആ റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള റിസ്ഖിനേക്കാൾ നല്ലത് പരലോകത്തെ റിസ്ഖാണ്. അള്ളാഹു പറഞ്ഞു, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ കയ്യിലുള്ളത് തീർന്നു പോകും, എന്നാൽ അള്ളാഹുവിൻ്റെ കയ്യിലുള്ളത് തീർന്നു പോവുകയില്ല. ബൽ തുഅ്സിറൂന അൽ ഹയാത അദ്ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖ.
നിങ്ങൾ ദുനിയാവിന് മുൻതൂക്കം നൽകുന്നു, ആഖിറത്താണ് ഏറ്റവും നല്ലതും എന്നെന്നും നിലനിൽക്കുന്നത്. ദുനിയാവ് തന്ന അള്ളാഹുവാണ് പറയുന്നത് ആഖിറത്തിലുള്ളതാണ് കൂടുതൽ നല്ലത് എന്നത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിച്ച വഴിയിലൂടെ മാത്രം സമ്പാദിക്കുക, പരലോകത്തുള്ളതാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഇബാദത്ത് ചെയ്യുന്നവർക്ക് റിസ്ക് നൽകും. അതുകൊണ്ട് ഇബാദത്ത് റിസ്കിനെ മുടക്കുകയില്ല. അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ ഇബാദത്ത് ചെയ്യാൻ പോയി എന്നതുകൊണ്ട് ഒരു കച്ചവടവും കുറയുകയില്ല. ആ സമയത്ത് ആ ഷട്ടറൊന്ന് താഴ്ത്തി നിസ്കരിക്കാൻ പോയി എന്നതുകൊണ്ട് അള്ളാഹു റിസ്കിൽ ബറക്കത്ത് നൽകുകയാണ് ചെയ്യുക. അതല്ലാതെ അതിൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റസ്സാഖാണ്, അവൻ റാസിഖാണ് എന്നത് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കണം. അവനോട് മാത്രം നാം റിസ്ക് തേടുക, അവനിൽ തവക്കുലാക്കുക. ദുനിയാവിനപ്പുറത്ത് ഏറ്റവും വലിയ റിസ്ക് അവൻ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ റിസ്ക് കൊണ്ട് ഹറാമിലേക്ക് പോകാതെ എനിക്കും നിങ്ങൾക്കും മതിയാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ക്ഫിനാ ബിഹലാലിക അൻ ഹറാമിക വഗ്നിനാ ബിഫദ്ലിക അമ്മൻ സിവാക്.